ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയൽ തയ്യാറാക്കിയാലോ. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ആവി നന്നായി വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതിയാവും വെള്ളം. നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അധികം പുളിയില്ലാത്ത തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അവിയലിന് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അത് നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് അടച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ വെജിറ്റബിൾസ് നമ്മുടെ അരപ്പ് നന്നായി കവർ ചെയ്ത് വരുന്നത് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ആവി കയറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ അവിയലിൻ്റെ റെസിപ്പി. വളരെ ടേസ്റ്റിയാണ്. ഒരുപാട് ഉടഞ്ഞ് വെജിറ്റബിൾസൊക്കെ വല്ലാതെ കുഴഞ്ഞു പോയ പരുവത്തിലല്ല നമ്മളുടെ അവിയൽ ഇരിക്കുന്നത്. കുറച്ച് ഡ്രൈ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയുമാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇവിടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.